എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. നാളെ മുതൽ ആണ്, അതായത് ഈ ഒരു സെപ്റ്റംബർ 9 മുതലാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അപേക്ഷ സമർപ്പിച്ചവർക്കും ഈ ഒരു വേക്കൻസി അനുസരിച്ച് ഈ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 9 മുതൽ 13 വരെയാണ്. ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് പുതുതായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനും അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവർക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നേരിട്ട് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് പങ്കെടുക്കുന്നതിനും സാധിക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ നിങ്ങൾക്ക് വേണ്ട കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂളല്ല, ജസ്റ്റ് ഈ ഒരു നേരത്തെയുള്ള ആ ഒരു പേജിൽ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഹോം പേജിൽ നിങ്ങൾക്ക് വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലാണ് ഹാജരാവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതായത് ഇത്രയും കാര്യങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി, അതുപോലെ ഏത് കാറ്റഗറിയിലൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ജില്ലയിലേക്കും അതുപോലെ ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് നേരിട്ട് തന്നെ പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലേക്ക് പോവുക. ഹോം പേജിലല്ല, ജസ്റ്റ് നിങ്ങൾ ഇവിടെയുള്ള ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പ്രോഗ്രാംസ് ആൻഡ് കോഴ്സ് അനക്സ്റ്റർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ ഓരോ കോഴ്സിൻ്റെയും കോഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേക്കൻസി ഉള്ള കോളേജിൽ ഇതുപോലെ അതിൻ്റെ ഷെഡ്യൂൾ കൊടുത്തത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ അവിടെ ഇതേ രീതിയിൽ ഷെഡ്യൂൾസ് വന്നതായിട്ട് കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ചവർക്ക് MGM പോളിടെക്നിക് കോളേജ് കിളിമാനൂർ സിവിൽ മെക്കാനിക്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി അതുപോലെ എന്നീ ബ്രാഞ്ചുകളിലെ ഒഴിവുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ നേടുന്നതിന് താഴെ പറയുന്ന സമയക്രമത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട്, അതായത് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയും മറ്റ് വസ്തുതകൾ തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഫീസ് എന്നിവ സഹിതം അഡ്മിഷൻ സമയത്ത് കൊണ്ടുവരേണ്ടതാണ്. താഴെ പറയുന്ന സമയക്രമത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പരിഗണിക്കുന്നതായിരിക്കും. ഓരോ ദിവസവും 11 മണി വരെ രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടായിരിക്കും ഈ ഒരു അഡ്മിഷൻ നൽകുക. പോളിടെക്നിക് കോളേജിൽ അഡ്മിഷന് അപേക്ഷ സമർപ്പിച്ചവർക്കും പുതുതായിട്ട് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. തീയതിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതായത് 9 മുതൽ ഈ ഒരു 13 വരെ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പോകുമ്പോൾ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. അതായത് ആദ്യ ദിവസങ്ങളൊക്കെ പോകുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടും. രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ രജിസ്ട്രേഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കോളേജ് നോക്കാം. മറ്റൊരു കോളേജിൻ്റെ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇവിടെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. SSLC, +2, പാസ് ഓർ ഫെയിൽ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് പോളിടെക്നിക് കോളേജിൽ ഏതൊക്കെ കോഴ്സാണുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള വേക്കൻസി മനസ്സിലാക്കി നിങ്ങൾക്ക് 13 വരെ ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത മറ്റൊരു കോളേജ് നോക്കാം. LBSൻ്റേതാണ്. അപ്പോൾ LBSൻ്റേത് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോളിടെക്നിക് കോളേജിൽ
അപ്പോൾ ഈ ഒരു പോളിടെക്നിക് കോളേജിൽ ഈ ഒരു 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും, അതായത് SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ CBSE, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ CBSE ICSE സർട്ടിഫിക്കറ്റ് ഇതിലേതാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രിമിനൽ അല്ലെങ്കിൽ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാറിൻ്റെ കോപ്പി, ആവശ്യമായിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത് എന്നിവ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. SC ST OEC എന്നിവർക്ക് അർഹമായിട്ടുള്ള ഫീസുകൾ കിട്ടുന്നതാണ്. അതുപോലെ അവരുടെ കോൺടാക്ട് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആദ്യം നിങ്ങൾക്ക് വേണ്ട കോളേജിൽ വേക്കൻസി ഉണ്ടോ നോക്കുക. വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാതിരുന്നവർക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ നേരിട്ട് കോളേജിൽ പോയിട്ട് പങ്കെടുക്കാം. 9-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ ഈ ഒരു സെപ്റ്റംബർ 13-ാം തീയതി വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടും. അതായത് രാവിലെ 11 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ടൈം ഉണ്ടാവുക. അപ്പോൾ അതിനുള്ളിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.